Hello guys, welcome back to shini'skitchen. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു ഇറച്ചി മടക്കിൻ റെസിപ്പിയാണ്. ഇതൊരു അടിപൊളി സ്നാക്കാണ് ഈ ഇറച്ചി മടക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഇറച്ചി മടക്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൈദാ മാവാണ്. ഇതിലേക്ക് മൈദാ മാവിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ മാവ് കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള വെള്ളം കൂടെ ഊറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ മാവ് ഇതുപോലെയാണ് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വെക്കാൻ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ഒരു 2 സവോള, അപ്പോൾ ഒരു ചെറിയ 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തേ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ സവോള വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ചേർത്താലും മതി. പിന്നെ ഈ സവോള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഈ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളിയും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലാസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഈ മസാലാസിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. അപ്പം ഞാൻ ഈ ചിക്കൻ നേരത്തെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ അടുത്ത് ചേർക്കാൻ പോകുന്നത് സോയാ സോസാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ സോയാ സോസ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ സോയാ സോസ് ചേർത്ത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഉപ്പ് നോക്കുക, കൂടിപ്പോകാതെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് സോയാ സോസ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി സവോളയ്ക്ക് ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ആണ്. ഞാൻ അപ്പോൾ ഒരു ടീസ്പൂണാണ് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇറച്ചി മടക്കിൻ്റെ അകത്ത് വയ്ക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഏതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഒരു ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പകുതി മുട്ട വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് 4 വശം നന്നായിട്ടൊന്ന് ഇതുപോലെ നൊട്ടിച്ചിട്ടൊന്ന് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഇറച്ചി മടക്ക് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ക്രംസിലോട്ട് കവർ ചെയ്യാൻ നേരം അപ്പുറത്തെ കൈ യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നനവ് ബ്രെഡ് ക്രംസിൽ വീണിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ്
ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ഇറച്ചിമടക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഊറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഇറച്ചിമടക്കി എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തൊട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല, അല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വരും. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ള ഇറച്ചിമടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.